ഹലോ ഹായ് ഇറ്റ്സ് മീ സിനിമ ചേട്ടൻ. ഞാനിന്ന് പറയാൻ പോകുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90-2000 കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ മലയാളത്തിൽ നിന്നുള്ള ഒരു 5 ഗംഭീരമായ ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ്. അതായത് ഇപ്പോൾ KG ജോർജ് സാറിന്റെ ഒക്കെ ഒരുപാട് ക്രൈം ത്രില്ലേഴ്സ് പരിചയപ്പെടുത്തുന്ന യൂട്യൂബേഴ്സ് ധാരാളമായി ഉണ്ട്. എങ്കിൽ അവർ മിസ് ചെയ്ത അല്ലെങ്കിൽ ആരും പറയാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് ക്രൈം ത്രില്ലർ മൂവീസ് ഉണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു 90-2000 കാലഘട്ടത്തിലേക്ക് ഒട്ടുമിക്ക സിനിമകളും കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മിസ് ചെയ്ത ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഏതൊക്കെയാണ് ഗംഭീരമായ 5 ക്രൈം ത്രില്ലർ മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 1995 ജയരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഹൈവേ. ഹൈവേ എന്ന ഈ ഒരു ചിത്രത്തിൽ സുരേഷ് ഗോപി, വിജയരാഘവൻ തുടങ്ങിയവരൊക്കെയാണ് മുഖ്യ വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒരു ലൈൻ സ്റ്റോറി എടുത്ത് നോക്കിയാൽ ഒരു കോളേജിൽ നിന്നും കുറച്ച് വിദ്യാർത്ഥികൾ ഇങ്ങനെ ടൂർ പോവുകയാണ്. അതായത് കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വലിയൊരു ബസ്സിൽ ഇങ്ങനെ ടൂർ പോവുകയാണ്. അങ്ങനെ കേരള തമിഴ്നാട് ബോർഡറിൽ ഒരിടത്ത് ബസ് നിർത്തുകയും ചെറുപ്പക്കാരെല്ലാവരും കൂടി ഒരു മലയുടെ മുകളിലേക്ക് ഫോട്ടോ എടുക്കാനായി പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ വിനീത് ഫോട്ടോ എടുക്കാനായി ക്യാമറ ഇങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണിലൂടെ അയാൾ ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച കണ്ട് ആകപ്പാടെ അയാൾ ഞെട്ടിപ്പോവുകയാണ്, പരിഭ്രാന്തിയിലാവുകയാണ്. അങ്ങനെ ഇത് മറ്റുള്ളവരെയും വിളിച്ച് കാണിക്കുന്നു. അവരെല്ലാണ്ട് സംഘം ചെയ്ത് തിരിച്ചു ഓടി വന്ന് ബസ്സിലേക്ക് കയറുകയാണ്. അങ്ങനെ ബസ് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ അധിക ദൂരം എത്തുന്നതിന് മുമ്പ് തന്നെ ആ ബസ് പൊട്ടിത്തെറിക്കുകയാണ്. ഒരു ബോംബ് ബ്ലാസ്റ്റിൽ പൊട്ടിത്തെറിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആർക്കും തന്നെ അറിയില്ല. പക്ഷെ ഈ ഒരു കേസിന്റെ അന്വേഷണവുമായി സുരേഷ് ഗോപി വളരെ രഹസ്യ രീതിയിൽ ഈ ഒരു കേസ് അന്വേഷിക്കുകയാണ്. അന്ന് ആ വിദ്യാർത്ഥിയുടെ ആ ക്യാമറ കണ്ണിലൂടെ അയാൾ എന്താണ് കണ്ടത് എന്നൊക്കെ തെളിയിക്കുന്ന തരത്തിലുള്ള കുറെ രഹസ്യങ്ങളൊക്കെ ചുരുളഴിയുന്ന ഒരു ചിത്രം തന്നെയാണ് ഹൈവേ എന്ന ഈ ഒരു ചിത്രം. ഒട്ടും തന്നെ ബോറില്ലാതെ ഗംഭീരമായി ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഹൈവേ. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രമെന്ന്. ഇവിടെ എങ്ങനെയാ ലോഡ്ജോ മറ്റോ? നോ സർ, ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ കുറച്ച് ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? 1995 തന്നെ സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് നിർണയം. നിർണയം എന്ന ഈ ഒരു ചിത്രം തീർത്തും ഒരു അണ്ടർ റേറ്റഡ് മൂവിയാണെന്ന് തന്നെ പറയാം. കാരണം തിയേറ്ററിൽ ഒരു അട്ടർ ഫ്ലോപ്പ് ആയ ഒരു ചിത്രമാണ് നിർണയം. പക്ഷേ തുടർന്ന് TV യിൽ വന്ന സമയത്തൊക്കെ ഒരുപാട് ഗംഭീരമായ അഭിപ്രായങ്ങൾ നേടിയ ഒരു ചിത്രവുമാണ്. ചിത്രത്തിന്റെ ഒരു ലൈൻ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ ഈ മെഡിക്കൽ സ്കാം അല്ലെങ്കിൽ മെഡിക്കൽ ക്രൈംസിനെയൊക്കെ ചുറ്റിപ്പറ്റി ഉള്ള ഒരു മൂവി തന്നെയാണ്. അതായത് ഡോക്ടർ റോയ്, അതാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്ന കഥാപാത്രം. അതേ ഹോസ്പിറ്റലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആനിയുമായി ഈ റോയ് പ്രണയത്തിലാവുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ റോയും ആനിയും തമ്മിലുള്ള കുറെ പ്രണയ രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ തീർത്തും ഗംഭീരമായ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് തന്നെ ഈ ഒരു ചിത്രത്തെ പറയാനായി സാധിക്കും. അതായത് ഈ ഒരു ഡോക്ടർ റോയും ആനിയും വിവാഹിതരാവുകയാണ്. വിവാഹത്തിന് ശേഷം നമ്മുടെ ഡോക്ടർ റോയ് US ഒരു മീറ്റിങ്ങിനായി പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചില സ്കാംസ് ആനി ഡോക്ടർ കണ്ടെത്തുകയാണ്. ഒട്ടും വൈകാതെ തന്നെ രാത്രി ഒരു സൈക്കോ കില്ലർ ആനിയെ കൊലപ്പെടുത്തുകയാണ്. തന്റെ ഭാര്യയെ താനാണ് കൊന്നത് എന്ന ഒരു കുറ്റം ചുമത്തി ഡോക്ടർ റോയിയെ അറസ്റ്റ് ചെയ്യുകയാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം എങ്ങനെയെങ്കിലും തെളിയിച്ചേ മതിയാവൂ എന്ന ഒരിതിൽ അദ്ദേഹം ജയിൽ ചാടുകയാണ്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താനായി ഡോക്ടർ ശ്രമിക്കുന്ന ഗംഭീരമായ കുറെ സംഭവങ്ങൾ തന്നെയാണ് നിർണയം എന്ന ഈ ഒരു ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രമെന്ന് നോക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ഹനിയെ ഞാൻ കൊന്നിട്ടില്ല. 1990 മലയാളത്തിലെ ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. ഈ ഒരു ചിത്രം ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആൻഡ് ഓൺലി പത്മരാജൻ സാറാണ്. പത്മരാജൻ സാറിന്റെയാണ് സംവിധാനം. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ലൈൻ സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ ഉന്നതിയിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലർ. അതായത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ സീരിയൽ കില്ലറിനെയൊക്കെ പോലെ അന്നത്തെ ആ കാലഘട്ടത്തിൽ കറുത്ത കോട്ടും മുഖംമൂടിയൊക്കെ ഇട്ട് വരുന്ന ഒരു സീരിയൽ കില്ലർ. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിലൊക്കെ അത്രയും അധികം ക്യൂരിയോസിറ്റി ആയിട്ട് കണ്ടിരുന്ന ചിത്രങ്ങളൊക്കെയാണ്. കാരണം അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കറുത്ത കോട്ടൊക്കെ ഇട്ട് കൊല്ലാൻ വരുന്ന കൊലയാളിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം ഈ പറയും പോലെ യക്ഷിക്ക് വെള്ള ഡ്രസ്സും സൈക്കോ കില്ലറിന് കറുത്ത കോട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു യൂണിഫോം ആയിട്ട് പിന്നെ അത് മാറി. ഓക്കെ, അപ്പൊ ചിത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സൈക്കോ കില്ലർ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൊലപാതകം അവിടെ വിട്ടിട്ട് പോകുന്ന ഒരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപ്പെടുത്തിയ ശേഷം ഈ എല്ലാവരുടെയും വായിൽ ഒരല്പം ചകിരി ഇങ്ങനെ തിരികെ വെച്ചിട്ടാണ് ഈ കൊലയാളി പോകുന്നത്. നമ്മുടെ കഥാനായകൻ ഹീറോ മമ്മൂട്ടി ഈ ഒരു കേസിന്റെ അന്വേഷണം ആരംഭിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തുന്നത് ആരാണ് ആ കൊലയാളി, എന്താണ് അയാളുടെ മോട്ടീവ് എന്നൊക്കെ കണ്ടെത്തുന്ന ഒരു ഗംഭീരമായ ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്ന ഈ ഒരു ചിത്രം. മിസ് ചെയ്തവരാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രമെന്ന്. ഇത് സൂയിസൈഡ് ആയിരുന്നു എന്നാണോ? എന്നാണ്
പക്ഷെ ഈ ചകിരിയുടെ അലീബി അന്നതാരും അത്ര കാര്യമായിട്ട് എടുത്തില്ല. വിഷം കുടിച്ച വെപ്രാളത്തിൽ എന്തോ കടിച്ചു പറിച്ചാണെന്ന് വിചാരിച്ചു കാണും. 1990 തന്നെ KG ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഈ കന്നിക്കൂടി. KG ജോർജ് സാറിന്റെ ഒരുപാട് ക്രൈം ത്രില്ലർ മൂവീസ് ഉണ്ട്, എങ്കിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ചിത്രം എന്ന് എനിക്ക് തോന്നി ഈ കന്നിക്കൂടി എന്ന ഈ ഒരു ചിത്രം. ചിത്രത്തിന്റെ ഒരു ഓൺലൈൻ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു വീട്ടിൽ ഒരു സ്ത്രീ മരണപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ ഈ ഒരു കേസന്വേഷണവുമായി നമ്മുടെ കഥാനായകൻ സായ് കുമാർ വരുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു ഗംഭീരമായ സസ്പെൻസ്ഫുൾ ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് ഈ കന്നിക്കൂടി എന്ന ഈ ഒരു ചിത്രം. കാണാൻ മിസ് ചെയ്ത ഒരാളാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രമെന്ന് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. 4 വർഷം നിങ്ങൾ ആ സ്ത്രീയോട് ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ സർ. എങ്ങനെയാണ് നിങ്ങൾ ആദ്യം മരിച്ച സ്ത്രീയുമായി പരിചയപ്പെടുന്നത്? 1989 ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ന്യൂസ്. സുരേഷ് ഗോപിയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഷാജി കൈലാസ് എന്ന സംവിധായകൻ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ട്രോൾ മെറ്റീരിയലായി മാറിയെങ്കിൽ പോലും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്തിരുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. അതായത് ഒരുപാട് ചിത്രങ്ങളുണ്ട്, ഏകലവ്യൻ, കമ്മീഷണർ തുടങ്ങി ഒരുപാട് ഗംഭീരമായ ചിത്രങ്ങൾ എടുത്ത ഒരു സംവിധായകൻ തന്നെയാണ് ഷാജി കൈലാസ്. അദ്ദേഹത്തിന്റെ ഒരു ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ് ന്യൂസ് എന്ന ഈ ഒരു ചിത്രവും. ചിത്രത്തിന്റെ ഒരു ഓൺലൈൻ സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു IPS ഓഫീസർ ആവാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് സുരേഷ് ഗോപി. പക്ഷേ മെഡിക്കൽ ടെസ്റ്റിൽ അയാൾ ഫെയിൽ ആവുകയും ആ ഒരു സ്വപ്നം അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുക. അങ്ങനെ വളരെ നിരാശയിലേക്ക് പോകുന്ന സുരേഷ് ഗോപിയെ തന്റെ ലവർ മറ്റൊരു ആശയം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് താനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ആരംഭിക്കും, കേസുകൾ അന്വേഷിച്ച് തെളിയിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് കോളേജിൽ പഠിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ താമസിക്കുന്ന ഒരു വീട്ടിലെ വാട്ടർ ടാങ്കിൽ നിന്ന് ഒരു ലേഡിയുടെ മൃതദേഹം കിട്ടുക. തുടർന്ന് സുരേഷ് ഗോപി അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. തീർത്തും ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ന്യൂസ് എന്ന ഈ ഒരു ചിത്രം. കാണാൻ മിസ് ചെയ്തവരാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്ന മലയാളത്തിലെ 5 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. തുടർന്ന് ഗംഭീരമായ എപ്പിസോഡുകൾ ചെയ്യാനായി നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.